ഹായ് എവ്രി വൺ. ഇന്ന് ഒരു അടിപൊളി ഡെസേർട്ടാണ്. ഇറ്റാലിയൻ ഡെസേർട്ട് ടിരാമിഷു. അത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ ഡെസേർട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറൊക്കെയാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് വിപ്പിംഗ് ക്രീം വേണം, കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ ഷുഗർ, പിന്നെ മാസ്കർപോൺ ചീസ്, കോഫി പൗഡർ, ലേഡി ഫിംഗർ ഒരു ബിസ്ക്കറ്റ് അത് ആണ്. പിന്നെ കുറച്ച് ഡസ്റ്റ് ചെയ്യാനായിട്ട് കോക്കോ പൗഡറും. ഇത്രയാണ് ആവശ്യം. ഇതിന് ഫസ്റ്റ് നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റാൻഡ് മിക്സറിൽ ഈ ഹെവി വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിനകത്തേക്ക് കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ടിന്ന് 2 കപ്പ് ഹെവി വിപ്പിംഗ് ക്രീമാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു ടിൻ കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ മാസ്കർപോൺ ചീസ് അതും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അതൊരു പീക്സ് വരുന്ന മാതിരി, ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു പീക്സ് വരുന്ന മാതിരി ആവണം. അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറ്റി വയ്ക്കുക. അതിലേക്ക് കോഫി, നെസ്കഫേയുടെ ഗോൾഡ് ഇൻസ്റ്റൻറ്റ് കോഫിയാണ് ഞാൻ ഉപയോഗിച്ചത്. അത് നല്ല തിക്കായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള കോഫി ആയിരിക്കണം. അതിലേക്ക് നമ്മൾ ഈ ലേഡി ഫിംഗർ ബിസ്ക്കറ്റാണ് അത് ഡിപ്പ് ചെയ്തിട്ട്, അത് അധികം സോഗി ആവാൻ പാടില്ല, ജസ്റ്റ് ഡിപ്പ് ചെയ്ത് എടുക്കാനേ പാടുള്ളൂ. അത് ഒരു ട്രേയിൽ നമ്മൾ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മേലെയായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം, അതിൽ ഞാൻ ക്രീമിൽ ഒരു വാനില എസൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പറയാൻ മറന്നുപോയി. എന്നിട്ട് ആ ക്രീം നമ്മളത് വെച്ച് നിരത്തി കൊടുക്കുക. അതിന് മേലെ വീണ്ടും അതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം വീണ്ടും ആ ലേഡി ഫിംഗർ ബിസ്ക്കറ്റ് നമ്മൾ കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ട് അത് ഒരു ലെയറും കൂടെ വെച്ച് കൊടുക്കുക. അതിന് മേലെ വീണ്ടും സെയിം ഇത് ക്രീം ചീസിൻ്റെ ആ ഒരു മിക്സ്ചർ നമ്മൾ ഉണ്ടാക്കി വെച്ചത് അതും കൂടെ ഇതാക്കി വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് അതിന് മേലെയായിട്ട് കൊക്കോ പൗഡർ, ഞാൻ ഹോട്ട് കൊക്കോ ആണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഇതിൽ നിങ്ങളുടെ എടുത്ത് ഏതാ കൊക്കോ പൗഡറിലെന്ന് വെച്ചാൽ അതൊന്ന് വെറുതെ മേലെ ഡസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു റാപ്പ് ചെയ്ത് റെഫ്രിജറേറ്റർ ചെയ്യണം. റെഫ്രിജറേറ്റ് ആ ഒരു 6 മണിക്കൂറെങ്കിലും ചെയ്യുക, ഫ്രീസറിലല്ല, റെഫ്രിജറേറ്റ് ചെയ്യുക. അപ്പം അടിപൊളിയായിട്ടുള്ള ടിരാമിഷു റെഡി ആയിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്യൊന്നും വേണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.